അവർ ഗുണം വല്ലാത്ത ശല്യമാണ്. ഒരു ഫോൺ എടുത്തുകൊണ്ട് ഗുണാന്ന് ജലിക്കുക. മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ ഞങ്ങളുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. എന്നാൽ എടുക്ക്. അതന്നെ വീണ്ടും വീണ്ടും കണ്ടോണ്ടിരിക്കുക. ഇതിലേക്ക് എന്താ പറയണ്ടേ? മര്യാദയ്ക്ക് ഞങ്ങളെ ശിവനെ പൊക്കി അടിക്കാൻ നോക്കി. അതെ, ശിവൻ നമ്മൾ പറഞ്ഞത് ശിവൻ ഞാനാണെങ്കിൽ ഭയങ്കര ശിവഭക്തിയൊന്നുമല്ല. എനിക്ക് ശിവനെ ഇഷ്ടമാണ്. ശിവന്റെ ബോഡി ശിവൻ തുമ്പി ചുമ്മാ പറഞ്ഞ പോലെ കഥ ഓർക്കല്ലേ? ശിവനിലോട്ടാ ശിവൻ ലുക്കല്ലേ? ശിവനിലോട്ടാ ജ്യൂസ് വിട്ട് അയ്യോ പഠിച്ചോനെ, അതെനിക്ക് ജ്യൂസിനോടും എഗ് പപ്പിനോടുള്ള ഇഷ്ടമാണ്, അല്ലാതെ കടയിൽ നിൽക്കുന്ന ചേട്ടന്മാരോടല്ല. അത് മനസ്സിലായി. ചേട്ടന്മാരുടെ പേര് പത്തും ജ്യൂസ് എന്നാ പറഞ്ഞേ. പോയിട്ട് ശ്രദ്ധിക്കുക. അത് കേൾക്കുമ്പോൾ നാട്ടുകാർ വിചാരിക്കൂല എങ്ങനെയാ പറയുന്നതെന്ന്. ഇല്ല, അത് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. ശിവൻ എൻ്റെ പൊന്ന് ശിവ, ഇതൊന്നും പറഞ്ഞു തീർക്കട്ടെ ശിവന്റെ കാര്യം. അപ്പം ശിവനാണെങ്കിൽ സതീദേവിയെ മരിച്ച സമയത്ത് പുള്ളി ഭയങ്കര വിഷമിച്ച് പിന്നെ അങ്ങനെ ഡെഡ് ബോഡിയായിട്ട് എല്ലായിടും നടന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതൊക്കെ ഉള്ളതാണല്ലോ, എനിക്കറിയത്തില്ല. ഞാൻ അതുപോലെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സതയം ക്ഷമിക്കുക. എനിക്കറിയത്തില്ല, ഞാൻ കേട്ട കഥകൾ വെച്ചാണ് ഞാനീ പറയുന്നത്. ഓക്കെ, അങ്ങനെ പുള്ളി ഇങ്ങനെ വിഷമിച്ച് ആ ഡെഡ് ബോഡിയായിട്ട് കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്നെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ സതീദേവിയുടെ പുനർജന്മമാണ് പാർവതി. പുള്ളി ഭയങ്കര സംഭവമാണ് എന്നൊക്കെയാണല്ലോ കേട്ടിട്ടുള്ളത്. ഞാനിങ്ങനെ ഇതിനൊക്കെ പറഞ്ഞ് മുമ്മൂസിനടുത്ത് ഇങ്ങനെ ശിവനിങ്ങനെ പൊട്ടി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുമ്മൂസ് എന്നോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയോ സമ്മതിച്ചു ശിവൻ അങ്ങനെ ഇങ്ങനെയല്ല. ഇയാളെ കൊണ്ട് ഭയങ്കര കഷ്ടമാണ്. നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കാവോ? എന്റെ തമ്പുരാനെ ചേച്ചിയെ, നിങ്ങൾക്ക് നാളെ ജ്യൂസ് വേണോ പപ്സ് വേണോ? മിണ്ടായി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞപ്പോൾ മുമ്മൂസനോട് ചോദിച്ച് ഒക്കെ ഓക്കെയാ. പിന്നെ എന്നാ കാര്യത്തിനാ പുള്ളിക്കാരൻ വിഷ്ണു പെൺവേഷം കെട്ടി വന്നപ്പോഴത്തേക്ക് അതിനകത്ത് അങ്ങ് വീണുപോയെന്ന്. അവിടെ കൊണ്ട് ഞാനങ്ങ് തളർന്നു പോയി. ഞാൻ എന്തോ പറഞ്ഞു കൊടുക്കുക കൊച്ചിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശിവനെ ന്യായീകരിച്ച് ഇതിനൊരു മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തരിക എനിക്ക്. എന്നിട്ട് വേണമെങ്കിൽ ആ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കാൻ. കമന്റ് വരും. അപ്പം ഞാൻ മക്കളെ ധർമ്മം അത് ഇതെന്നൊക്കെ പറഞ്ഞു വന്നപ്പം ചോദിച്ചു, ഇത്തിയുടെ കെട്ടുമോ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിക്ക് സഹിക്കുമോ? പോയിന്റാണല്ലോ എന്തോ പറയുന്നേ. അത് ഞാൻ പറഞ്ഞു ഇത്തിയൊന്ന് ഇമാജിൻ ചെയ്യും. ഇത്തിയുടെ ഹസ്ബൻഡാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇത്തിയെ ഭയങ്കര കാര്യം. ഇത്തി അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ്. ഇത്തിയാണ് ശിവൻ്റെ, ഇത്തിയാണ് പറയാൻ വന്നത് ശിവൻ എന്നാ.